നമസ്കാരം. TCV പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് അടച്ചിടൽ നയത്തിൽ വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമായിരിക്കെ 5650 കോടി രൂപയുടെ പുനരുജ്ജീവന പാക്കേജ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. വ്യാപാരികളുടെ 200 കോടി രൂപയുടെ വായ്പകൾക്ക് പലിശ ഇളവ്, കെട്ടിട നികുതി, വാടക ഒഴിവാക്കൽ എന്നിവ പാക്കേജിൽ ഉൾപ്പെടുന്നു. തിരൂർ നഗരസഭയുടെയും പോലീസിന്റെയും തീരുമാനത്തെ കാറ്റിൽ പറത്തി ഗൾഫ് മാർക്കറ്റ് പരിസരങ്ങളിലും മറ്റും അനധികൃത പാർക്കിംഗ് തുടരുന്നു. നടപടിയില്ലാത്തത് പ്രതിഷേധത്തിനിടയാകുന്നുണ്ട്. ജില്ലയിൽ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം ശനിയാഴ്ച ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ AAY മഞ്ഞക്കാട് വിഭാഗത്തിൽപ്പെട്ട കാർഡുടമകൾക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത്. നിയമസഭയിൽ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ വിചാരണ നേരിടുന്ന വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ABVP തിരൂർ നഗരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സംസ്ഥാനത്ത് ഇന്ന് 20,772 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 1,52,639 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.61 ജില്ലയിൽ 3,670 പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. വാർത്തകൾ വിശദമായി. കോവിഡ് അടച്ചിടൽ നയത്തിൽ വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമായിരിക്കെ 5650 കോടി രൂപയുടെ പുനരുജ്ജീവന പാക്കേജ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. വ്യാപാരികളുടെ 200 കോടി രൂപയുടെ വായ്പകൾക്ക് പലിശ ഇളവ്, കെട്ടിട നികുതി, വാടക ഒഴിവാക്കൽ എന്നിവ പാക്കേജിൽ ഉൾപ്പെടുന്നു. കോവിഡ് അടച്ചിടൽ നയത്തിൽ വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമായിരിക്കെയാണ് 5650 കോടി രൂപയുടെ പുനരുജ്ജീവന പാക്കേജ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. വ്യാപാരികളുടെ 200 കോടി രൂപയുടെ വായ്പകൾക്ക് പലിശ ഇളവ്, കെട്ടിട നികുതി, വാടക ഒഴിവാക്കൽ എന്നിവ പാക്കേജിൽ ഉൾപ്പെടുന്നു. ചെറുകിട വ്യാപാരികൾ, വ്യവസായികൾ, കൃഷിക്കാർ എന്നീ വിഭാഗങ്ങൾക്കായി ധനമന്ത്രി സഹായ പാക്കേജ് പ്രഖ്യാപിച്ചത്. വായ്പയും ബാധ്യതയും ചേർത്ത് 5650 കോടി രൂപ വരും. നിയമസഭയിൽ ചട്ടം 300 പ്രകാരമായിരുന്നു പ്രഖ്യാപനം. വ്യാപാരികൾ ഓഗസ്റ്റ് 1 മുതൽ എടുക്കുന്ന 2 ലക്ഷം വരെയുള്ള വായ്പകളുടെ 4% വരെ പലിശ സർക്കാർ വഹിക്കും. ആകെ 200 കോടി രൂപയുടെ വായ്പകൾക്കാണ് പലിശ ഇളവ് നൽകുന്നത്. കോവിഡ് രണ്ടാം തരംഗത്തെ തുടർന്ന് അനിവാര്യമായി കൈക്കൊള്ളേണ്ടി വന്ന ലോക്ക്ഡൌണും മറ്റ് നടപടികളും സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയെ ബാധിച്ചിട്ടുണ്ട്. ചെറുകിട വ്യാപാരികൾ, ചെറുകിട വ്യവസായികൾ തുടങ്ങിയവർ പ്രത്യേകിച്ച് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. ഘട്ടം ഘട്ടമായി ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ കോവിഡ് വ്യാപന നിരക്ക് വിലയിരുത്തി ലഘൂകരിക്കുന്നുണ്ടെങ്കിലും ചെറുകിടക്കാർക്ക് സാമ്പത്തിക ആശ്വാസ നടപടികൾ എത്തിക്കേണ്ടതുണ്ടെന്ന് സംസ്ഥാന സർക്കാർ കരുതുന്നു. കോവിഡ് വ്യാപനത്തിൻ്റെ 2 ഘട്ടങ്ങളിലും സമാശ്വാസ പാക്കേജുകൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു. ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യുകയും വായ്പകൾക്ക് പലിശ ഇളവ് നൽകുകയും ചെയ്യുന്ന നടപടികൾ ഇതിൻ്റെ ഭാഗമായി സ്വീകരിച്ചിരുന്നു. കോവിഡ് രണ്ടാം തരംഗത്തിന് പ്രത്യാഘാതം അനുഭവിക്കുന്ന ചെറുകിട വ്യാപാരികൾ, വ്യവസായികൾ, കൃഷിക്കാർ എന്നിവരുൾപ്പെടെയുള്ളവർക്ക് സഹായകരമായ അനുബന്ധ പാക്കേജ് പ്രഖ്യാപിക്കുകയാണ്. സർ, ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന ധനകാര്യ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, വാണിജ്യ ബാങ്കുകൾ എന്നിവയിൽ നിന്നും എടുക്കുന്ന 2 ലക്ഷമോ അതിൽ താഴെയുള്ള വായ്പകളുടെ പലിശയുടെ 4% വരെ സംസ്ഥാന സർക്കാർ 6 മാസത്തേക്ക് വഹിക്കുന്നതാണ്. ആകെ 2000 കോടി രൂപ വലിപ്പമുള്ള വായ്പാ പദ്ധതിക്കുള്ള പലിശ ഇളവാണിത്. 1 ലക്ഷം പേർക്ക് ഇതിൻ്റെ പ്രയോജനം ഉണ്ടാകണമെന്ന് ലക്ഷ്യമിടുന്നു. ഓഗസ്റ്റ് 1 മുതൽ എടുക്കുന്ന ഈ വായ്പകൾക്ക് ഈ പലിശ ഇളവ് ബാധകമാക്കാവുന്നതാണ്. 6 മാസത്തേക്കുള്ള സഹായത്തിന്റെ പ്രയോജനം 1 ലക്ഷം പേർക്കും ലഭിക്കും. സർക്കാർ സ്ഥാപനങ്ങളുടെ കടമുറികൾക്ക് ജൂലൈ മുതൽ ഡിസംബർ 31 വരെ വാടകയ്ക്കും ഇലക്ട്രിസിറ്റി ഫിക്സഡ് ചാർജും ഒഴിവാക്കി. സർക്കാർ വാടകയ്ക്ക് നൽകിയ കടമുറികളുടെ വാടക ജൂലൈ മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിലേക്ക് ഒഴിവാക്കുകയാണ്. ചെറുകിട വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്ക് MSME കെട്ടിട നികുതി ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലേക്ക് ഒഴിവാക്കുകയാണ്. ഈ സ്ഥാപനങ്ങൾക്ക് ഈ കാലയളവിൽ ഇലക്ട്രിസിറ്റി ഫിക്സഡ് ചാർജും സർക്കാർ വാടകയും ഒഴിവാക്കുന്നതാണ്. 274 കോടി രൂപയാണ് സർക്കാരിന് ഇതുണ്ടാക്കുന്ന ബാധ്യത. കെട്ടിട നികുതിയും ഒഴിവാക്കി. മുടങ്ങിക്കിടക്കുന്ന KSFE വായ്പകൾക്ക് പലിശ സെപ്റ്റംബർ 30 വരെ ഒഴിവാക്കാനാണ് മറ്റൊരു സഹായം. കോവിഡ് കാരണം സാമ്പത്തിക പ്രതിസന്ധിയിലായവർക്ക് ആശ്വാസം നൽകുന്നതിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കും. 20/1/2021 മുതൽ ഡിഫാൾട്ടായ KSFE നൽകിയ എല്ലാ ലോണുകളുടെയും പിഴപ്പലിശ സെപ്റ്റംബർ 30 വരെ ഒഴിവാക്കി നൽകും. ചിട്ടിയുടെ കുടിശ്ശികക്കാർക്ക് കാലാവധി അനുസരിച്ച് സെപ്റ്റംബർ 30 വരെയുള്ള 50 മുതൽ 100% വരെ പലിശയും പിഴപ്പലിശയും ഒഴിവാക്കി നൽകും. 20/1/2021 മുതൽ ഡിഫാൾട്ടായ ചിട്ടി പിടിക്കാത്ത ചിട്ടാളന്മാർക്ക് പലിശയും പിഴപ്പലിശയും ഒഴിവാക്കി നൽകും. 30/9/2021 വരെ ചിട്ടി പിടിച്ച ചിട്ടാളന്മാർക്ക് ഡിവിഡൻഡ് നഷ്ടപ്പെടില്ല. കോവിഡ് ബാധിച്ച കുടുംബങ്ങൾക്ക് നൽകുന്ന 5% പലിശ നിരക്കിൽ 1 ലക്ഷം രൂപ വരെ നൽകുന്ന ലോണിന്റെ കാലാവധിയും 30/9/2021 വരെ നീട്ടുന്നു. കോവിഡ് പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതി ചെലവിന്റെ 90% വായ്പയായി നൽകും. ഇതിനായി 100 കോടി
KFC മുഖേന പുനരുജ്ജീവനത്തിനായി 3 പദ്ധതിയും പ്രഖ്യാപിച്ചു. കോവിഡ് രോഗവ്യാപനം തടയാനും രോഗികൾക്ക് ആശ്വാസം നൽകുവാനും സഹായിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഉദാര വ്യവസ്ഥയിൽ പദ്ധതി ചെലവിൻ്റെ 90% വരെ വായ്പ നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആരോഗ്യപരിപാലന രംഗത്ത് കോവിഡ് പ്രതിരോധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകൾക്കും പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. വ്യാപാര മേഖലയിലെ നിയന്ത്രണങ്ങൾ മാറ്റുന്നതിലുള്ള നിസ്സഹായാവസ്ഥ പ്രകടിപ്പിച്ച് ധനമന്ത്രി പാക്കേജ് കൊണ്ട് പ്രശ്നങ്ങൾ തീർന്നില്ലെന്ന് സമ്മതിച്ചു. KFC വായ്പകൾക്ക് മാർച്ച് 31 വരെ തിരിച്ചടവ് കൃത്യമായില്ലെങ്കിൽ 1 വർഷം മൊറട്ടോറിയം ലഭിക്കും. നിഷ്ക്രിയമാകുന്ന 3000 വായ്പ KFC പുനഃക്രമീകരിക്കും. 200% അധിക വായ്പയെടുക്കാൻ 450 കോടി രൂപ വകയിരുത്തി. ചെറുകിട വ്യവസായം, ആരോഗ്യം, ടൂറിസം മേഖലയിലെ KFC വായ്പകളുടെ പലിശ നിരക്ക് വെട്ടിക്കുറച്ചു. 1.5% വരെ ഇളവ് ലഭിക്കും. തിരൂർ നഗരസഭയുടെയും പോലീസിന്റെയും തീരുമാനത്തെ കാറ്റിൽ പറത്തി ഗൾഫ് മാർക്കറ്റ് പരിസരങ്ങളിലും മറ്റും അനധികൃത പാർക്കിംഗ് തുടരുന്നു. ഗൾഫ് മാർക്കറ്റ് പരിസരങ്ങളിൽ വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്ത ഫൈൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നടപടിയില്ലാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. നഗരത്തിലെ റോഡുകളിലും മറ്റും പൊതുയിടങ്ങളിലും അനധികൃതമായി വാഹനം പാർക്ക് ചെയ്യുന്നതിനെതിരെ നടപടിയെടുക്കാനായി നഗരസഭയുടെയും പോലീസ് അധികൃതരുടെയും തീരുമാനത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് തിരൂർ ഗൾഫ് മാർക്കറ്റ് പരിസരങ്ങളിലും മറ്റും അനധികൃത പാർക്കിംഗ് തുടരുന്നത്. ഗൾഫ് മാർക്കറ്റ് പരിസരങ്ങളിൽ മറ്റും വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്ത ഫൈൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരുന്നുവെങ്കിലും നടപടിയില്ലാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. അലക്ഷ്യമായി പലരും വാഹനങ്ങൾ റോഡിൽ പാർക്ക് ചെയ്തു പോകുന്നത് ടൗണിൽ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നതിനാലാണ് നടപടികൾ കർശനമാക്കുന്നത്. വാഹനോടമകളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണം നടത്തിയിരുന്നു. നഗരത്തിൽ അനധികൃത പാർക്കിങ്ങുകൾ ഒഴിവാക്കിയാൽ ഗതാഗതക്കുരുക്കിന് ആശ്വാസമുണ്ടാകുമെന്നാണ് സൂചന. തിരൂർ ഗൾഫ് മാർക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗൾഫ് മാർക്കറ്റിലെ മുഴുവൻ ജീവനക്കാർക്കും മെഗാ ആന്റിജൻ ടെസ്റ്റ് സംഘടിപ്പിച്ചു. പരിപാടി G-Mart പ്രസിഡന്റ് AR ഹാജി ഉദ്ഘാടനം ചെയ്തു. തിരൂർ ഗൾഫ് മാർക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഗൾഫ് മാർക്കറ്റിലെ മുഴുവൻ ജീവനക്കാർക്കും മെഗാ ആന്റിജൻ ടെസ്റ്റ് സംഘടിപ്പിച്ചത്. പരിപാടി G-Mart പ്രസിഡന്റ് AR ഹാജി ഉദ്ഘാടനം ചെയ്തു. തിരൂരിലെ ബോറി മാർക്കറ്റിൽ തിരൂർ മുനിസിപ്പാലിറ്റിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് കോവിഡ് ടെസ്റ്റ് വേണമെന്ന് ഞങ്ങൾ ബോറി മാർക്കറ്റിൽ 1000-ഓളം ആളുകൾ ജോലി ചെയ്യുന്നൊരു മേഖലയാണ്. പക്ഷേ ഒരു 11:30 മണി വരെ ടൈമിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരു 500-ന്റെ താഴെ ആളുകൾ ആയി കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള ആളുകൾ ഒരു 4:30 മണി വരെ ആകുമ്പോഴേക്കും എല്ലാം ഫുള്ളാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്. കോവിഡിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയത്തിലായിരുന്നു. ഒരുപാട് കാലങ്ങളിൽ അവിടെ അതുണ്ട് ഇവിടെ ഇതുണ്ട് എന്നെല്ലാം പറഞ്ഞ് ബോറി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറേ പരാതികളും ആഭിലാതികളും ഒക്കെ പറഞ്ഞിരുന്നു. എങ്കിലും കൂടിയിട്ട് ബോറി മാർക്കറ്റിനെ സംബന്ധിച്ചോളം ഞങ്ങൾ ഇതുവരെ 11:45 വരെ കണ്ടത് ഇതിക്ക് ഒന്നും കണ്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് കടകൾ തുറന്ന് കച്ചവടം ചെയ്യാനുള്ള അനുവാദം ഈ തിരൂർ മുനിസിപ്പാലിറ്റിയിലുള്ള അധികാരികൾ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉടൻ തന്നെ അതിൻ്റെ റിപ്ലൈ തരണമെന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു. കാരണം ഞങ്ങളെ കടകൾ 2-3 മാസത്തോളമായി ഞങ്ങൾ വാടക കൊടുക്കാൻ ഗതിയില്ലാത്ത ഒരു മട്ടത്തിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജമ്മിമാർക്കാണെങ്കിൽ വാടകൻ്റെ പ്രശ്നം ഞങ്ങൾക്ക് അറിയണ്ട, വാടക തരണം എന്നുള്ള ഒരു പിടിവാശിയിൽ അങ്ങനെ നടക്കുന്നു. ഇങ്ങനെയുള്ള വേദിയിൽ കാരണം എന്ന് വെച്ചാൽ ഈ കടകളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ പട്ടിണി കിടക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. അത് പ്രത്യേകിച്ച് ഗവൺമെൻറ് തന്നെ കാണണം എന്നുള്ള ഞങ്ങൾക്ക് അപേക്ഷയുണ്ട്. എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ആ സമയങ്ങൾ നീട്ടിപ്പോകുന്നില്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ വിഷമത്തിലാണ്. തിരൂർ ഗൾഫ് മാർക്കറ്റിന്റെ യൂത്ത് വിങ്ങാണ് നേതൃത്വം നൽകിയത്. രാവിലെ 8:30 തുടങ്ങി 4 മണി വരെ 700-ലധികം പേർക്ക് ടെസ്റ്റ് നടത്തി. പരിപാടി സെക്രട്ടറി ഇബ്നു വഫ ആശംസ അറിയിച്ചു. നമുക്കറിയാം, നമ്മുടെ കോവിഡ് പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് നമ്മൾ കച്ചവടക്കാരെയാണ്. കേരളം മുഴുവൻ വ്യാപാരികൾ അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരൂർ മുനിസിപ്പാലിറ്റിയിൽ എ കാറ്റഗറിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് G-Mart അസോസിയേഷൻ അതിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് വിങ് നടത്തപ്പെടുന്ന ഒരു മെഗാ ആൻറ്റിജൻ ടെസ്റ്റാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിപ്പോൾ ഒന്ന് 8 മണി പറഞ്ഞ് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വെറും 2 മണിക്കൂറിനുള്ളിൽ 300-ലധികം ആളുകളെ ടെസ്റ്റ് ചെയ്യാൻ ഇതുകൊണ്ട് 300-നടുത്ത ആളുകളെ ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം പകുതിയോളം അടുത്ത റിസൾട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ നെഗറ്റീവ് എന്നുള്ള വളരെയധികം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായിൻ്റെ ടെസ്റ്റിംഗ് നടന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ D കാറ്റഗറി സിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ടെസ്റ്റ് നടത്തിയിട്ട് നമ്മുടെ വ്യാപാരികൾക്ക് കച്ചവടം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനുവേണ്ടി മുൻകൈ എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂത്ത് വിങ്ങിൻ്റെ കുട്ടികൾ വളരെ സജീവമായിട്ട് ഇന്നലെയും ഇനിയാന്ന് ഓരോ കടയിലെ കച്ചവടക്കാരെ വിളിച്ചിട്ട് വരുത്തിച്ചിട്ട് ഇപ്പോൾ ഏറ്റവും നല്ലൊരു വിജയം അത് മാറിയിട്ടുണ്ട്. തിരൂർ ചേംബർ ജനറൽ സെക്രട്ടറി PP ഹദ്റുറഹ്മാൻ, തിരൂർ SI ജലീൽ കറുത്തയിടത്തിൽ എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു. ചടങ്ങിൽ യൂത്ത് വിങ് പ്രസിഡന്റ് ഷാജി, സെക്രട്ടറി അൻവർ സാദത്ത, ഗഫൂർ, നിസാർ, അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു.
ജില്ലയിൽ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം ശനിയാഴ്ച ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ AAY മഞ്ഞക്കാട് വിഭാഗത്തിൽപ്പെട്ട കാർഡുടമകൾക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത്. ജില്ലയിൽ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം ശനിയാഴ്ച ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ AAY മഞ്ഞക്കാട് വിഭാഗത്തിൽപ്പെട്ട കാർഡുടമകൾക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത്. നിലവിൽ 51,815 AAY കാർഡുകളാണ് ജില്ലയിലുള്ളത്. ഓണക്കിറ്റ് സഞ്ചി ഉൾപ്പെടെ 16 ഇന ഓണക്കിറ്റ് എല്ലാ വിഭാഗം കാർഡുടമകൾക്കും റേഷൻ കടകൾ വഴിയാണ് ലഭിക്കുക. പഞ്ചസാര, വെളിച്ചെണ്ണ, ചെറുപയർ, തുവരപ്പരിപ്പ്, തേയില, മുളകുപൊടി, ശബരിപ്പൊടിയുപ്പ്, മഞ്ഞൾ, സേമിയ, പാലട, ഉണക്കല്ലരി, കശുവണ്ടി, ഏലക്ക, നെയ്യ്, ശർക്കര, ആട്ട, ശബരി ബാത്ത് സോപ്പ്, തുണിസഞ്ചി എന്നിവയാണ് സൗജന്യ ഓണക്കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സച്ചാർ കമ്മിറ്റി ശുപാർശകൾ നടപ്പിലാക്കാൻ പ്രത്യേക ബോർഡ് രൂപീകരിക്കുക, മുന്നോക്ക പിന്നോക്ക സ്കോളർഷിപ്പ് തുക ഏകീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ചെറിയമുണ്ടം പഞ്ചായത്ത് യൂത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. സച്ചാർ കമ്മിറ്റി ശുപാർശകൾ നടപ്പിലാക്കാൻ പ്രത്യേക ബോർഡ് രൂപീകരിക്കുക, മുന്നോക്ക പിന്നോക്ക സ്കോളർഷിപ്പ് തുക ഏകീകരിക്കുക, സർക്കാർ സർവീസിൽ ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന മുസ്ലിം യൂത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ചെറിയമുണ്ടം പഞ്ചായത്ത് യൂത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. മതരാഷ്ട്രീയ രംഗത്തെ യുവജന സംഘടനകളെ പ്രതിനിധീകരിച്ച നേതാക്കൾ സംസാരിച്ചു. ചെറിയമുണ്ടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഉദ്ഘാടനം ചെയ്തു. മലബാറിലെ പ്രധാനപ്പെട്ട 2 യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റിലെയും കണ്ണൂരിലെയും പ്രൈവറ്റ് രജിസ്ട്രേഷൻ നിർത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതൊരു വിദ്യാഭ്യാസ പ്രശ്നമായി നമുക്ക് കാണാം. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഈ മലബാറിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ മതസംഘടനകളുടെയൊക്കെ സ്ഥാപനങ്ങൾ പഠിക്കുന്ന ആളുകൾക്ക് ആശ്രയിച്ചിരുന്ന ഈ പറയുന്ന 2 സർവകലാശാലകളിലെയും വിദ്യാർത്ഥികളുടെ പഠനാവസരങ്ങൾ ഇല്ലാതായി പോകുന്നു എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ പറയുന്നത് മെല്ലെ മെല്ലെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പലതും അടിച്ചു മാറ്റി പോകുമ്പോൾ നമ്മളത് അറിയാതെ പോവുകയോ അല്ലെങ്കിൽ അറിയിക്കുന്ന ഗൗരവത്തിൽ നിന്ന് സമീപിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ അവസാനം ഇത് വളരെ നഗ്നമായി നമ്മുടെ അവകാശങ്ങൾക്ക് മേൽ ഏറ്റവും പരസ്യമായി കൈവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഒരു കൂട്ടായ്മ, ഒരു കൂടിയിരുത്തം ഒക്കെ ഉണ്ടാകണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. PA റഷീദ്, റിട്ടയർഡ് അഡീഷണൽ ഡയറക്ടർ ഓഫ് പബ്ലിക് റിലേഷൻ വകുപ്പ് PA റഷീദ്, ചെറിയമുണ്ടം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് Y സൽമാൻ അധ്യക്ഷത വഹിച്ചു. അബു ത്വാഹിർ, ജവഹർലാൽ, ആസാദ് മദനി തുടങ്ങിയവർ പങ്കെടുത്തു. ആനശില്പങ്ങൾ തീർത്ത് ശ്രദ്ധേയനായ കൊച്ചുകലാകാരൻ മുഹമ്മദ് ഫറാഷിനെ മുറിവഴുക്കൽ മുസ്ലിം ലീഗ് കമ്മിറ്റി ആദരിച്ചു. വെട്ടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് V ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ഭംഗിയും കൗതുകവുമേറിയ നിരവധി ആനശില്പങ്ങൾ തീർത്ത വാർത്താമാധ്യമങ്ങളിൽ ശ്രദ്ധേയനായ കൊച്ചുശില്പകാരൻ ചെമ്പേൽ ഹനീഫയുടെ മകൻ മുഹമ്മദ് ഫറാഷിനെയാണ് മുസ്ലിം ലീഗ് മുറിവഴിക്കൽ ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാടിന്റെ ആദരം സമർപ്പിച്ചത്. പരിപാടി വെട്ടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് V ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. വളരെയധികം നമ്മൾ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിന്. അപ്പോൾ ആ കൊച്ചു കലാകാരനെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ കടമയാണ്. തീർച്ചയായിട്ടും വേദികൾ അദ്ദേഹത്തിന് കിട്ടുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ അവരെ കൊണ്ടുപോയി അവർ പരിശീലിപ്പിക്കേണ്ടതും അവരുടെ പിതാവ് വളരെയധികം സഹനശക്തിയോട് കൂടി സഹിച്ചുകൊണ്ട് തന്നെ മകനെ പ്രോത്സാഹിപ്പിക്കാൻ ബന്ധപ്പെടുകയാണ്. തീർച്ചയായിട്ടും വെട്ടം പഞ്ചായത്തിലെ അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഈ ഭാഗത്തെ ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവിധ സഹായങ്ങളും നമുക്ക് അവിടെ ചെയ്തു കൊടുക്കണം. ഒരു കലാകാരനുകൾക്ക് വളർന്നു വരേണ്ട ഒരു കലാകാരനായി മാറണം. അപ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിനും എല്ലാത്തിനും മാതൃകയായിക്കൊണ്ട് പോകുന്ന ഒരാളാണ് ഇവിടെ ഈ മുഹമ്മദ് ഫറാഷ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും പിന്തുണയും അതിലുണ്ടാവട്ടെ എന്ന് ആശംസിക്കുക. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഈ മുഹമ്മദ് ഫറാഷിനെ നമ്മൾ ആശംസിക്കുന്നു. CK ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. A അബ്ദുൽ സലാം, കണ്ണാത്ത് ജബ്ബാർ, PPM മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. ഫസ്റ്റ് ബെൽ മിഷന്റെ ഭാഗമായി ചെറിയമുണ്ടം മൂസ ഹാജിപ്പടിയിലെ മാസ്ക് ടീമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം തിരൂർ SI ജലീൽ നിർവഹിച്ചു. ഫസ്റ്റ് ബെൽ മിഷൻ ക്യാമ്പയിന്റെ ഭാഗമായി ചെറിയമുണ്ടം മൂസ ഹാജിപ്പടിയിലെ മാസ്ക് ടീമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ പഠനോപകരണ വിതരണോദ്ഘാടനം തിരൂർ SI ജലീൽ നിർവഹിച്ചു. മൂസാഹാജിപ്പടി മാസ്ക് ടീമിൻ്റെ നേതൃത്വത്തിൽ ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് പഠന സൗകര്യം ഒരുക്കാൻ വേണ്ടി ഫസ്റ്റ് ബിൽ മിഷൻ ഭാഗമായി ക്ലബിൻ്റെ നേതൃത്വത്തിൽ 20ഓളം കുട്ടികൾക്ക് മൊബൈൽ ഫോണും ടാബും നൽകുന്നതിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ നടന്നത്. ഈ പരിപാടിയായിട്ട് ഈ പരിപാടിയായി സഹകരിച്ച ഓരോരുത്തരും
ക്ലബിന്റെ സമീപ പ്രദേശത്തുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത 20-ൽ അധികം കുട്ടികൾക്കാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ മൊബൈൽ ഫോണുകൾ നൽകിയത്. ഇതിനുവേണ്ടിയുള്ള പണം സമാഹരിച്ചത് ബിരിയാണി ചലഞ്ച് നടത്തിക്കൊണ്ടാണ്. നമ്മൾ മൂസ ഹാജിപ്പടി മാസ്ക് ടീം ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു ഫെസ്റ്റിവൽ മിഷൻ. അതായത് ഞങ്ങൾ ചെറുമുണ്ടം, വളവന്നൂർ, പൊന്മുണ്ടം പഞ്ചായത്തിലുള്ള 20ഓളം നിർധരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ പഠന മെറ്റീരിയലായിട്ടുള്ളത് മൊബൈൽ എത്തിക്കുക എന്നുള്ള ഒരു ഭാഗമായിട്ട് ഞങ്ങൾ നടത്തിയ ഒരു ചാരിറ്റി പ്രോഗ്രാം ഇന്ന് തിരൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഞങ്ങളുടെ CI ഉദ്ഘാടനം ചെയ്തു തന്നു. അതായത് അവർക്ക് മൊബൈൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളൊരു ചാരിറ്റി, ഒരു ബിരിയാണി ചലഞ്ച് നടത്തി അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ഞങ്ങളുടെ ആ ഫണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് 20ഓളം മൊബൈലുകൾ ഞങ്ങൾക്ക് മേടിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അർഹതപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് റഫീഖ്, ക്ലബ്ബ് അംഗങ്ങളായ ജയ്സൽ, ആക്കിഫ്, സഫീർ, സുഹൈൽ, യാസിർ എന്നിവർ പങ്കെടുത്തു. നിയമസഭയിലെ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ വിചാരണ നേരിടുന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ABVP തിരൂർ നഗരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിയമസഭയിലെ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ വിചാരണ നേരിടുന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ABVP തിരൂർ നഗരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. മലപ്പുറം ജില്ലാ സെക്രട്ടറി ശ്രീരാഗ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഈശ്വരപ്രസാദ, തിരൂർ നഗർ പ്രസിഡന്റ് അഭിജിത്ത്, സമിതി അംഗങ്ങളായ ജിഷ്ണു, വിഷ്ണു, അർജുനൻ, ഷിബിലാൽ എന്നിവർ പങ്കെടുത്തു. മന്ത്രി ശിവൻകുട്ടിയെ SFIക്കാർക്ക് റോൾ മോഡലാക്കാമെങ്കിലും പൊതുസമൂഹത്തിന് സാധ്യമല്ലെന്ന് BJP പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് K സുരേന്ദ്രൻ പറഞ്ഞു. മന്ത്രി ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട BJP തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശിവൻകുട്ടിയെ SFIക്കാർക്ക് റോൾ മോഡലാക്കാമെങ്കിൽ പൊതുസമൂഹത്തിന് അത് സാധ്യമല്ലെന്ന് BJP പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് K സുരേന്ദ്രൻ പറഞ്ഞു. ലാവ്ലിൻ കേസിൽ സുപ്രീം കോടതിയിൽ പിണറായി വിജയൻ വിചാരണ നടത്തുമെന്ന് പറഞ്ഞാൽ അതിൽ പിടിച്ചു നിൽക്കാനുള്ള കച്ചിത്തുരുമ്പാണ് ശിവൻകുട്ടി രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് പിണറായി വിജയൻ സ്വീകരിക്കുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട തിരൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ കളങ്കം വരുത്തിയ, ക്രിമിനൽ നടപടി സ്വീകരിച്ച, ലക്ഷക്കണക്കിന് രൂപയുടെ പൊതുസ്വത്ത് നശിപ്പിച്ച വ്യക്തിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഈ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? പിണറായി വിജയന് നാളെ പാർട്ടി ഫോറത്തിൽ തന്നെ സംരക്ഷിക്കാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കുകയാണ്. കാരണം ലാവ്ലിൻ കേസിൽ വിധി വരാൻ പോകുകയാണ്. ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി വിധി വന്നാൽ പിണറായി വിജയന് ശിവൻകുട്ടിയെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാം. അന്ന് പാർട്ടി ശിവൻകുട്ടിക്കെതിരെ സുപ്രീം കോടതി പരാമർശം വന്ന സമയത്ത് വിചാരണ നേരിടണമെന്ന് പറയുന്ന ഇതേ നിലപാടിൽ അന്ന് പാർട്ടി സ്വീകരിച്ചത് ശിവൻകുട്ടിയെ സംരക്ഷിക്കുന്ന നിലപാടാണ്. അതേ നിലപാട് എൻ്റെ കാര്യത്തിലും സ്വീകരിക്കണമെന്ന് പാർട്ടി ഫോറത്തിൽ പൊളിറ്റ് ബ്യൂറോയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് BJP തിരൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശശി പരാരംഭത്ത അധ്യക്ഷത വഹിച്ചു. സത്താർ ഹാജി കള്ളിയത്ത, KP മണികണ്ഠൻ, ശശി കറുകയിൽ, ഗംഗാധരൻ ആദവനാട് തുടങ്ങിയവർ പങ്കെടുത്തു. താന്നാളൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ നിന്നും SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി വിജയിച്ച വിദ്യാർത്ഥികളെ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയും MSFും സംയുക്തമായി അനുമോദിച്ചു. മുസ്ലിം ലീഗ് താന്നൂർ മണ്ഡലം പ്രസിഡന്റ് KN മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. താന്നാളൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ നിന്നും SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി വിജയിച്ച വിദ്യാർത്ഥികളെയാണ് വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയും MSFും സംയുക്തമായി അനുമോദിച്ചത്. മുസ്ലിം ലീഗ് താന്നൂർ മണ്ഡലം പ്രസിഡന്റ് KN മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സൽമത്ത, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി, മുസ്ലിം ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VP ഗഫൂർ, വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് KN ആറ്റക്കോയ തങ്ങൾ, MSF ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് KN ഹക്കീം തങ്ങൾ, ബ്ലോക്ക് മെമ്പർ ആബിദ ഫൈസൽ, മുസ്ലിം ലീഗ് വാർഡ് സെക്രട്ടറി VP ലത്തീഫ്, വാർഡ് മെമ്പർ ഫസീല ഷാജി, മജീദ് യു തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഇന്ന് 20,772 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 1,52,639 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.61 ആണ്. സംസ്ഥാനത്ത് ഇന്ന് 20,772 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്.
മലപ്പുറം 3670, കോഴിക്കോട് 2470, എറണാകുളം 2306, തൃശൂർ 2287, പാലക്കാട് 2070, കൊല്ലം 1415, ആലപ്പുഴ 1214, കണ്ണൂർ 1123, തിരുവനന്തപുരം 1082, കോട്ടയം 1030, കാസർഗോഡ് 681, വയനാട് 564, പത്തനംതിട്ട 504, ഇടുക്കി 356 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിടെ 152,639 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.61. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 116 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 16,701 ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 137 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 19,622 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 932 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 81 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 14,651 പേർ രോഗമുക്തി നേടി. ജില്ലയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയരുന്നു. വെള്ളിയാഴ്ച 17.26% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രേഖപ്പെടുത്തിയത്. ജില്ലയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയരുകയാണ്. വെള്ളിയാഴ്ച 17.26% TPR രേഖപ്പെടുത്തിയത്. 3670 പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. 1838 പേർ വെള്ളിയാഴ്ച രോഗമുക്തരായി. ഇതോടെ ജില്ലയിൽ വിദഗ്ധ പരിചരണത്തിന് ശേഷം കോവിഡ് വിമുക്തരായവരുടെ എണ്ണം 3,74,360 രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരാകുന്നവർ ജില്ലയിൽ വർദ്ധിക്കുകയാണ്. വെള്ളിയാഴ്ച 3,562 പേർക്കാണ് ഇത്തരത്തിൽ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 63 പേർക്ക് ഉറവിടമറിയാതെയാണ് രോഗബാധ. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന 3 പേർക്കും വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ 15 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിൽ തിരിച്ചെത്തിയ 63 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഇപ്പോൾ 65,696 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ജില്ലയിൽ ഇതുവരെ 1,527 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല 2021-2022 അധ്യയന വർഷത്തെ ബിരുദധാര ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ ഓഗസ്റ്റ് 10 രാവിലെ 10 മണി മുതൽ 12 മണി വരെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് അടച്ചിടൽ നയത്തിൽ വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമായിരിക്കെ 5,650 കോടി രൂപയുടെ പുനരുജ്ജീവന പാക്കേജ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. വ്യാപാരികളുടെ 200 കോടി രൂപയുടെ വായ്പകൾക്ക് പലിശ ഇളവ്, കെട്ടിട നികുതി, വാടക ഒഴിവാക്കൽ എന്നിവ പാക്കേജിൽ ഉൾപ്പെടുന്നു. തിരൂർ നഗരസഭയുടെയും പോലീസിന്റെയും തീരുമാനത്തെ കാറ്റിൽ പറത്തി ഗൾഫ് മാർക്കറ്റ് പരിസരങ്ങളിലും മറ്റും അനധികൃത പാർക്കിംഗ് തുടരുന്നു. നടപടിയില്ലാത്തത് പ്രതിഷേധത്തിനിടയാകുന്നുണ്ട്. ജില്ലയിൽ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം ശനിയാഴ്ച ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ AAY മഞ്ഞക്കാട് വിഭാഗത്തിൽപ്പെട്ട കാർഡ് ഉടമകൾക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത്. നിയമസഭയിൽ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ വിചാരണ നേരിടുന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ABVP തിരൂർ നഗരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സംസ്ഥാനത്ത് ഇന്ന് 20,772 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 1,52,639 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.61. ജില്ലയിൽ 3,670 പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.